ആ മുണ്ട് കൂടി വെക്കൂ. എന്തിനാ എല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞ? എവിടേക്ക് എത്ര ധൃതിയില് പോണേ? അതൊക്കെ വന്നിട്ട് പറയാം. എല്ലാം റെഡി അല്ലേ? എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. എല്ലാം റെഡിയാണ്, പക്ഷെ എവിടേക്കാണ് എന്തിനാണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാനത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. അതാ ഞാൻ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. ആദ്യം കാര്യം കേക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ എനിക്ക് മനസ്സിലാവോ ഇല്ലയോന്ന്. ഇത് വലിയ കഷ്ടായല്ലോ. ഞാൻ പറയാം. എല്ലാം കേട്ടിട്ട് എന്നോട് പോരുതെന്ന് മാത്രം പറയും. കാരണം ഇത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. ഇതെന്റെ ഒരു ലാസ്റ്റ് ചാൻസാണ്. ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യം പറയൂ. ഞാൻ ഇന്നലെ അച്ഛന്റെ തറവാട് വരെ പോയിരുന്നു. അയ്യോ, 10-20 വർഷമായിട്ട് പൂട്ടിക്കിടന്ന തറവാടല്ലേ അത്? അവിടേക്ക് എന്തിനാ ഇപ്പൊ പോയേ? മുത്തശ്ശൻ ഭയങ്കര മന്ത്രവാദിയായിരുന്നല്ലോ. ആ വീട്ടിൽ വല്ല നിധിയോ മറ്റോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി പോയതാ. നിങ്ങളുടെ മുത്തശ്ശൻ മന്ത്രവാദിയോ? വാറ്റുചാരായി ഉണ്ടാക്കി വിൽക്കലായിരുന്നില്ലേ ആളുടെ ജോലി? ഏയ്, അതൊക്കെ ഈ അടുത്തല്ലേ. ആള് മരിക്കാറായ സമയത്തല്ലേ. അത് ആ മന്ത്രവാദത്തിന്റെ സ്കോപ്പൊക്കെ തീർന്നു തുടങ്ങിയപ്പോ ആള് ബിസിനസ് ഒന്ന് മാറ്റി പിടിച്ചതാ. ആ, അത് പോട്ടെ. അല്ല, എന്നിട്ട് നിങ്ങൾക്ക് അവിടുന്ന് നിധി കിട്ടിയോ? നിധി കിട്ടിയില്ല, നിധിയിലേക്കുള്ള ഒരു ലീഡ് കിട്ടി. ഇതെന്താ? മുത്തശ്ശന്റെ മാന്ത്രികറേന്ന് കിട്ടിയതാ എനിക്ക് ആ മാപ്പ്. മാന്ത്രിക അറിയോ? അത് വാറ്റുചാരായി ഒളിപ്പിക്കാൻ വേണ്ടിട്ട് ആള് പണ്ട് ഉണ്ടാക്കിയ ഒരു റൂമല്ലേ? അതൊക്കെ പിന്നീടല്ലേ. ആദ്യം അത് മാന്ത്രികറയായിരുന്നു. എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ് ഈ മാപ്പ്. എന്റെ മനസ്സ് പറയുന്നത് മുത്തശ്ശൻ അവിടെ നിന്നോ നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നോ. ഇതിനല്ലേ നിമിത്തം എന്ന് പറയണേ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ എനിക്കിപ്പോ അവിടെ പോവാനും ഇത് എന്റെ കയ്യിൽ തന്നെ കിട്ടാനും. ആ മുത്തശ്ശന് കുട്ടിച്ചാത്തൻ സേവയൊക്കെ ഉണ്ടായിരുന്നതാ. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. എന്തായാലും എനിക്കെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഞാൻ ഈ സ്വപ്നത്തിലൊക്കെ കാണാറുണ്ട് ഇതേപോലെ നിധി കിട്ടണതൊക്കെ. ഞാൻ എന്തായാലും അറിഞ്ഞ ബാക്കി നിധി കിട്ടിയതിന് ശേഷം. വലിയ പാറക്കൂട്ടം. സ്ഥലം ഇത് തന്നെ. താഴേക്കൊരു ആരോ. പാറയുടെ അടിയിലായിരിക്കും മുത്തശ്ശി ഉദ്ദേശിച്ചത്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഈ കാട്ടിൻ്റെ ഉള്ളിലാണ്. ഇതെന്താ? ചാത്തൻ, കുട്ടിച്ചാത്തൻ. ഇതാണോ മുത്തശ്ശൻ പറഞ്ഞ നിധി? ആരാ? ഞാൻ പാച്ചു. ഞാനാണ് പഴിച്ചു വിട്ടത്. ഓ, എന്തിനാണോ അഴിച്ചു വിട്ടത്? ഞാൻ അതിന് എവിടൊക്കെ തെരഞ്ഞു എന്നറിയോ? ഞാനും ഒരുപാട് തെരഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലേ എന്നെ പറ്റി? ആരുടെ മുത്തശ്ശൻ? എന്റെ മുത്തശ്ശൻ. ഇയാൾക്ക് ഭ്രാന്താണോ? ഞാൻ പോട്ടെ. അതെ, അങ്ങനെ അങ്ങ് പോയാലോ? ഞാനല്ലേ തുറന്നു വിട്ടേ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ തീർത്തിട്ട് പോയാൽ മതി. ദൈവമേ, ഇയാൾക്ക് മുഴുഭ്രാന്താണല്ലോ. നിക്ക് 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 നിക്ക്. അതെ, ഒരു വലിയ വീട്, 10 കോടി രൂപ, കീയുടെ ഒരു കാറുകൾ, അത് തന്നിട്ട് പോകാം. ഞാനോ? ഞാനെങ്ങനെ? എന്നെ ശരിക്കും മനസ്സിലായില്ലേ? എന്റെ മുത്തശ്ശനാണ് പണ്ട് ചാത്തനെ കുപ്പിയിലടച്ചു വെച്ചത്. ഞാനാണ് ഇപ്പൊ റിലീസ് ചെയ്തത്. വിടറോ ഭ്രാന്താ.
ചാത്ത ഓടല്ലേ? ചാത്തനോ? ആരത്? എന്തേ? അച്ഛാ, അച്ഛനോ? കുട്ടിച്ചാത്തൻ അച്ഛനോ? അച്ഛാ, ഞാൻ ആ പശുവിനെ അയക്കാൻ പോയതാ. അപ്പഴാ അയാള് പറയണേ അയാൾ അതിനെ അയച്ചു വിട്ടൂന്ന്. അയ്യോ, അങ്ങനെയല്ല അച്ഛൻ ചാത്ത. ഞാൻ പശുവിനെ അഴിച്ചു വിട്ടു എന്നല്ല പറഞ്ഞത്. ഈ ചാത്തനെ കുപ്പിന്ന് അഴിച്ചു വിട്ടു എന്നാ പറഞ്ഞേ. ചാത്തനോ? ഇവനാ? അച്ഛാ, എന്നിട്ട് ഇയാള് പറയാണ് 10 കോടി തന്നാ എന്നെ വിടാംന്ന്. അപ്പൊ നീ കുട്ടിയോളിപ്പെടുത്തക്കാരനാണല്ലേ? അയ്യോ നാട്ടുകാരെ ഓടുവായോ, കുട്ടിയോളിപ്പെടുത്തക്കാരൻ വന്നിട്ടുണ്ട്, ഓടുവായോ. അപ്പൊ ഇത് ചാത്തനല്ലേ?